കേരളത്തിലെമ്പാടും LDF-നെ ഞാൻ വടക്കൻ ജില്ലകളിൽ പാലക്കാട് ജില്ലയിലൊക്കെ പോയിരുന്നു. അവിടെയെല്ലാം LDF തന്നെയാണ് മുൻതൂക്കം കൊണ്ടാകാൻ പോകുന്നത്. അത്രയും വേണം. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരം ചെയ്ത കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത സർക്കാർ, അഴിമതിയില്ലാത്ത സർക്കാർ. വെറുതെ ചിരിപ്പിക്കരുത്. അപ്പോൾ അത്തരത്തിലുള്ള തമ്മിലടിയില്ലാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ, അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാതെ മുന്നോട്ട് പോയൊരു സർക്കാരാണ്. ആ സർക്കാരിനെ ഇഷ്ടത്തോടെ വീണ്ടും തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ഗണേഷ് കുമാറിന്റെ തോൽവിയിൽ പൊങ്കാലയിട്ട് ആഘോഷം. ഇപ്പൊ എന്താ പറഞ്ഞ? ഗണേഷ് കുമാറിന്റെ തോൽവിയിൽ പൊങ്കാലയിട്ട് ആഘോഷം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരുമാണ് ആഘോഷിക്കുന്നത്. എന്റെ എല്ലാ മാനവും പോയി. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. തിരുവനന്തപുരം മുട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലാണ് ഈ ആഘോഷം നടന്നത്. ഒരു മന്ത്രിയുടെ തോൽവി ആഘോഷിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പൊങ്കാല ഇട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധവും ഒപ്പം ആഘോഷവും. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? നാണക്കേടായി നാട്ടിലും വീട്ടിലും. നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മേഖലയിൽ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള ദിനമാണ് ഇന്നലെ കഴിഞ്ഞു പോയിട്ടുള്ളത്. ഏത് രീതിയിലും ഞങ്ങളെ ദ്രോഹിക്കാൻ പറ്റുമോ ആ രീതിയിൽ അത്രയും ഗണേശ് ദ്രോഹിച്ച്. എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇന്ന് എന്തൊക്കെ പരിപാടികളാണ് നിങ്ങളുടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്? ഇത് പടക്കം പൊട്ടിക്കുക, ഗണേശനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. 48 വർഷമായി ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ വന്നിട്ട് ഇന്ന് വരെ നമുക്കിങ്ങനെ അനുഭവമില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പ്രഭാകരേട്ടന് വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടിൽ പുല്ല് വിലയാ. കേരളത്തിലെ 5000 ഗ്രാമീണ യാത്ര ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോ ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.